എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോവിന്ദ് പ്രിയയോട് ദേഷ്യപ്പെട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ആ സമയം പ്രിയയ്ക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. ഗോവിന്ദൻ തന്നോട് ആദ്യമായിട്ടാണ് ദേഷ്യപ്പെടുന്നത്. അതിന്റെ എൻജോ എവിടെ എന്നുള്ള ചോദ്യത്തിന് ഗോവിന്ദന്റെ കൃത്യമായിട്ടുള്ള ഉത്തരവല്ല കൊടുത്ത്. അപ്പൊ അതിനൊരു ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ പറയണേ. സഹിക്കാൻ പറ്റിയിരുന്നുണ്ടായിരുന്നില്ല പ്രിയയ്ക്ക്. പിന്നീട് പ്രിയ അങ്ങോട്ട് നേരെ ചെന്നിട്ട് മുറിയിലേക്ക് പോയിട്ട് അവിടെ വിങ്ങിപ്പൊട്ടിയിരുന്ന് കരയാ. അപ്പോഴേക്കും കാഞ്ചന വന്നിട്ട് പറഞ്ഞു, അതെ എന്തിനാ സങ്കടപ്പെടുന്ന പ്രിയപ്പാപ്പ സങ്കടപ്പെടുമൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയം കാഞ്ചനോട് പ്രിയ പറഞ്ഞു, ഒന്ന് പോയി തരാമെന്ന് ചോദിക്കുക. അതെന്താ ഞാൻ ഇവിടെ നിന്ന പ്രിയപ്പാപ്പയ്ക്ക് എന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ചോണ്ട് കാഞ്ചന നിൽക്കുക. അവസാനം പ്രിയയ്ക്ക് ദേഷ്യം വന്നു. പ്രിയ തലവേണയൊക്കെ എടുത്തിട്ട് കാഞ്ചന എറിയുവാണ്, ഒന്ന് പോയി തരാൻ പറഞ്ഞോണ്ട്. അങ്ങനെ കാഞ്ചന അങ്ങോട്ട് തിരിയണ സമയത്താണ് രേഖ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. രേഖയും കണ്ടതും കാഞ്ചന പറഞ്ഞു, അങ്ങോട്ടേക്ക് പോകണ്ട, പ്രിയപ്പാപ്പ ആകെപ്പാടെ വയലന്റ് ആയിട്ട് ഇരിക്കുവാന്ന് പറയാ. അതെ കാഞ്ചന ഒന്ന് പോയിക്കേ, ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കട്ടെ എന്ന് പറയാ. വേണ്ടാന്ന് പറയണം, പോവാനല്ലേ കാഞ്ചനയോട് പറഞ്ഞ് എന്നും പറഞ്ഞ് കാഞ്ചനയെ അങ്ങോട്ട് ഇറക്കി വിടുവാണ്. അതിനുശേഷം പ്രിയയുടെ അടുത്തേക്ക് രേഖ എല്ലുവാണ്. ചെന്നിട്ട് പറഞ്ഞു, എന്താ പ്രിയമോളെ നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുക. അല്ല രേഖേച്ചിക്ക് അറിയാലോ, എന്നോട് ഇതുവരെയായിട്ട് ഇങ്ങനെയൊന്നും ഗോവിന്ദേട്ടൻ പറഞ്ഞിട്ടില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പം പ്രിയയോട് രേഖ പറഞ്ഞു, അല്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ എന്തൊക്കെയാ രാധികാമയും വരനായിട്ടോ കാണിച്ചു കൂട്ടുന്നത് നന്നായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലേ. അപ്പൊ അവരോടുള്ള ദേഷ്യമാന്ന് പറയണം. അതിന് എന്നോട് ദേഷ്യപ്പെടുന്ന എന്തിനാ? ഞാൻ അതിന് ഗോവിന്ദനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഞാൻ എപ്പോഴും ഗോവിന്ദന്റെ ഭാഗത്തല്ല നിൽക്കുന്നത്. അല്ലെങ്കിൽ എനിക്കറിയാം വിജയലക്ഷ്മി അമ്മ വന്നതിന് ശേഷം ഗോവിന്ദണ്ണ ഇപ്പം നമ്മളെ ഒന്നും കണ്ണെടുത്താൽ കാണത്തില്ല. അത് മാത്രമല്ല രഞ്ജുവിനോടെ സ്നേഹക്കൂടുതൽ എന്നെക്കാളും. ഇത് കേട്ടപ്പം രേഖ പറഞ്ഞു, അങ്ങനൊന്നും പറയില്ല മോളെ, മോളെ അത്രയ്ക്ക് കാര്യമാ ഗോവിന്ദന്റെ മനസ്സ് വേറെന്തോ ഒരു വിഷമമുണ്ട്, അതുകൊണ്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ആ സമയം ഗീതു ഗോവിന്ദനോട് പറഞ്ഞു, എന്ത് പരിപാടിയാ ഗോവിന്ദേട്ടൻ കാണിച്ചേ? പാവം പ്രിയമോളോട് അങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അവൾക്ക് നല്ല വിഷമായെന്ന് പറയാ. എന്തൊക്കെയായിരുന്നാലും ഇതേ രാധികാമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് രാധികാമ്മയുടെ സ്വഭാവം കിട്ടണമെന്നില്ലല്ലോ പ്രിയയ്ക്ക്. ആ സ്വഭാവം ഒന്നും അല്ല കിട്ടിയിരിക്കുന്നത്. പിന്നെ എന്തിനാ അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ? അവളൊന്നും അല്ലെങ്കിലും ഗോവിന്ദന്റെ അനിയത്തി അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, അത് പിന്നെ ഞാന് വേണ്ട, കൂടുതലൊന്നും പറയണ്ട, പോയി ഒന്ന് തല നനച്ച് നന്നായിട്ടൊന്ന് കുളിച്ചിട്ടോ ആ തലയൊന്ന് തണുക്കട്ടെ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, തല നനച്ച് കുളിച്ചിട്ടോ ഒന്നും കാര്യമില്ല, മനസ്സിന്റെ വിങ്ങലും വേദന അടങ്ങത്തില്ല എന്ന് പറയാണ്. എനിക്ക് പല കാര്യങ്ങളും സംശയം ഉണ്ടെന്ന് പറയണേ. ഇനി സംശയം എന്ത് സംശയം? കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അമ്മയെ ഉപദ്രവിച്ച ആരാണ്? എന്റെ അമ്മയ്ക്ക് ബോധമില്ലാതെ ഓർമ്മയില്ലാതെ 3-4 വർഷം കിടന്നില്ലേ, അതാരാന്ന് കണ്ടെത്തണം എന്ന് പറയണ. കണ്ടെത്താനാ? അതെ, ആരാന്ന് കണ്ടെത്തണം, എന്റെ അമ്മയെ ഉപദ്രവിച്ച ആരാന്ന്. അതെനിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞേ മതിയാവുള്ളൂ. രാധികാമ്മയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പക്ഷെ രാധികാമ്മയും ഈ പറയുന്ന ഭാസ്കരൻ തമ്മിൽ എന്തോ ഒരു അടുപ്പമുണ്ട്. അതുകൊണ്ടാണ് അവരെന്നിരുന്ന് എന്തോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത്. അതെന്താന്ന് എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം എന്നൊക്കെ പറയണം. ഇത് പറഞ്ഞിട്ട് ഗോവിന്ദ് അങ്ങോട്ട് പോകുമ്പോഴത്തേനും ഗീതുവിന് വല്ലാത്ത ടെൻഷനായി. എന്റെ ഭഗവാനെ, തന്റെ കള്ളത്തരങ്ങളൊക്കെ ഇനി പുറത്തു വരുമോ? ആ ഒരു ചിന്ത ഗീതുവിനെ വല്ലാതെ അസ്വസ്ഥമാക്കുകയാണ്. ഗീതുവിന് മനസ്സിലായത് ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല, എന്തേലും പ്രശ്നം ഉടനെ തന്നെ ഉണ്ടാവുന്ന, എന്തേലും പ്രതിവിധി കണ്ടെത്തിയാൽ മതിയാവുള്ളൂ. ആ സമയം വരുണും രാധികയും ഭാസ്കരനും അനാർക്കലിയും കൂടെ ഗസ്റ്റ് ഹൗസിൽ ഭയങ്കര ചർച്ചയിലാണ്. 10 കോടി രൂപ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞു. അപ്പൊ അത് ഷെയർ വെക്കണം, 4ആയിട്ട് തുല്യമായിട്ട് വീതം വെക്കണം. പിന്നെ വരുന്ന 90 കോടി അതും അതുപോലെ തന്നെ വീതം വെക്കണം. ആ സമയം വരുൺ പറഞ്ഞു, ഇനിയിപ്പോ 90 കോടി അധികം വൈകാതെ തന്നെ അക്കൗണ്ടിലേക്ക് വരും, അത് നമുക്ക് ഇനി പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് മാർഗഴി കടന്നു വരുന്നത്. മാർഗഴിയെ കണ്ടു കഴിയുമ്പോഴത്തേനും ഒരു നിമിഷം എല്ലാവരും ഞെട്ടി. ഗീതുവാണോ എന്ന് സംശയിച്ചു. പിന്നെ അനാർക്കലിഞ്ഞ് പേടിക്കേണ്ടത് മാർഗഴിയാണ്. കാരണം സാരിയൊക്കെ ഉടുത്തു വെച്ചേക്കുന്ന രീതി കണ്ടു കഴിഞ്ഞപ്പം ഗീതു ഇങ്ങനെ വൃത്തിയായിട്ട രീതിയിൽ സാരി ഉടുക്കില്ല, മാർഗഴിക്ക് ഇങ്ങനെ പറ്റുള്ളൂ എന്ന് പറയണം. ഇത് കേട്ട മാർഗഴി അനാർക്കലി എന്ന് നോക്കി. പിന്നീട് നേരെ അനാർക്കലിന്റെ അടുത്തേക്ക് അങ്ങോട്ട് വന്നു. എന്നിട്ട് ചോദിച്ചു, അല്ല എന്റെ ഡീലിങ്സ് ഒക്കെ എങ്ങനെയാ? എന്റെ പൈസ കിട്ടിയില്ലോ എന്ന് പറയാ. പൈസ കിട്ടിയില്ലോന്നോ? നിനക്ക് 5 ലക്ഷം രൂപ പ്രതിഫലം കിട്ടിയില്ലേ? ഒരു ദിവസം ജോലി ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം കിട്ടിയില്ലെന്ന് ചോദിക്കും. 5 ലക്ഷം രൂപ ഓക്കെ, പക്ഷെ എങ്കിൽ ഞാനേ ചില്ലറ കാര്യമൊന്നുമല്ല, ഒരു IT കമ്പനി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് എത്രയാ? 100 കോടി രൂപയല്ലേ കിട്ടുന്നേ. 10 കോടി രൂപ അഡ്വാൻസ് വന്നിട്ടുണ്ടല്ലോ, അതിനകത്ത് 5 കോടി രൂപ എനിക്ക് വേണമെന്ന് പറയാം. 5 കോടി രൂപ നിനക്കാ? അതെങ്ങനെ ശരിയാവും? 5 കോടി രൂപ എനിക്ക് കിട്ടിയാൽ മതിയാവുള്ളൂ. അല്ലെങ്കിലുണ്ടല്ലോ അനാർക്കലി അമ്മൂമ്മേ, എന്റെ സ്വഭാവം അങ്ങോട്ട് മാറുമെന്ന് പറയണ. സത്യവാസം ചോദിച്ചു, നീ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യുന്നോ? ഞാൻ ഇവിടുന്ന് ഒരു ഫോൺ കോൾ അങ്ങോട്ട് ചെയ്യും, ഈ പറയുന്ന ഗോവിന്ദ് ഫോണിലേക്ക്. പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ. നീ ഫോൺ ചെയ്തുകൊണ്ട് എന്താവാനായിട്ടാ? പിന്നെ എന്താവാനാന്നോ? ഞാനും ഈ പറയുന്ന ഗീതും രണ്ടും രണ്ടാന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവും. ഞാനതങ്ങ് തെളിയിച്ചു കൊടുക്കും. അതോടുകൂടി നിങ്ങളുടെ കട്ടയും പടവും മടങ്ങും, അറിയാലോ. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നു? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും
സത്യാസ് പറഞ്ഞു, പിന്നെ നീ ഇതിപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കാൻ പോന്നു, നീ കൂടുതലൊന്നും പറയണ്ട എന്നൊക്കെ പറയണം. അങ്ങനെ അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേനും മാർഗഴി പറഞ്ഞു, അതെ മര്യാദയാണ് മര്യാദ, ഇല്ലെങ്കിൽ എന്റെ തനി സ്വരൂപം നിങ്ങൾ അറിയാനായിട്ട് പോകുന്നുള്ളൂ. ഞാൻ വിളിച്ചു പറയുന്നോ അതോ നിങ്ങൾ എന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇടുന്നോ എന്ന് ചോദിക്കും. ഓ നീ ഇപ്പൊ ഇത് പറഞ്ഞായിരുന്നു ഗോവിന്ദ് വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് പറയും. ഇത് കേട്ടപ്പോഴത്തേനും ഗീത് പറഞ്ഞു, ആര് പറഞ്ഞു ഞാൻ ഇത് മാത്രം പറയാൻ പോണേന്ന്? ഇതൊന്നുമല്ല, ഞാൻ അതിനേക്കാളും വലിയൊരു ടിസ്റ്റ് പറയാൻ പോകും. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം നിങ്ങൾ പറയും ഇതിപ്പം ഞാൻ പണം തട്ടിയെടുക്കാൻ കളിച്ച കളിയാന്ന്. പക്ഷെ ഞാൻ അത് പറയില്ല. ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്നറിയാവോ? ഈ ഇരിക്കുന്ന ഇതേ ഭാസ്കരൻ മാമേ ഈ ഇരിക്കുന്ന രാധിക മാമയും കൂടെ ഭാര്യയും ഭർത്താക്കന്മാരാന്നുള്ള കാര്യം ഞാൻ ആ ഗോവിന്ദ് സാറിനോടും കൂടെ പറയുമെന്ന് പറയണം. ഇത് കേട്ട എല്ലാവരും ഒന്ന് ഞെട്ടി. പിന്നെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയില്ലേന്ന് ചോദിക്കണം. രാധിക പറഞ്ഞു, അതെ മാർഗഴി നീയ അതെ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി, 5 കോടി രൂപ എനിക്ക് ഇപ്പൊ കിട്ടണമെന്ന് പറയണം. ഇത് കേട്ടതും വരൻ ചോദിച്ചു, എന്റെ മാർഗംകളി ഇത്തിരി ഒന്ന് കുറയുമോന്ന് ചോദിക്കണം. 1 രൂപ പോലും കുറയില്ല എന്ന് പറയണം. അവസാനം അവർക്ക് മനസ്സിലായി കളി കാര്യമാവുന്ന. രാധിക പറഞ്ഞു, അതെ നിനക്ക് പൈസ തരാം, നിന്റെ അക്കൗണ്ട് നമ്പർ ഇങ്ങതാ, ഇന്ന് രാത്രി തന്നെ വേണം, നാളെ നേരം വെളുത്തിട്ട് പോരേന്ന് ചോദിക്കുകയാണ്. അതെ ഇന്ന് രാത്രി ഇട്ടാ എന്താ കുഴപ്പം, അക്കൗണ്ട് നമ്പറൊക്കെ തരാം എന്നും പറഞ്ഞിട്ട് മാർഗഴി ഫോൺ എടുത്തിട്ട് കൂടെ മാറുവാട്. എന്നിട്ട് ആ വാതുക്കലേക്ക് എന്നിട്ട് തിരിഞ്ഞ് എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ പറയാം, കമ്പനി ചുളിവിൽ കൊടുത്തിട്ട് 100 കോടി അടിച്ചു മാറ്റാന്ന് ഓർത്തിരിക്കുമായിരിക്കും. ഒന്നും നടക്കാൻ പോകുന്നില്ല. 10 കോടി രൂപ അഡ്വാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 5 കോടി രൂപ ഞാൻ അടിച്ചു മാറ്റും. അതുപോലെ അനാഥാലയത്തിനും കൊടുക്കും. 10 കോടി രൂപയ്ക്ക് നിങ്ങൾ സായിപ്പിനോട് സമാധാനം പറയേണ്ടതായിട്ട് വരും. ആ കമ്പനി ഒരിക്കലും നഷ്ടമാവില്ല. അത് ഗീതുവിന്റെ പേരിൽ തന്നെ ഇരിക്കും. അവരെ ചതിക്കാണ്ട് ഞാൻ സമ്മതിക്കത്തില്ല. എന്നോടാ നിന്റെയൊക്കെ കളി എന്നൊക്കെ മനസ്സിൽ പറഞ്ഞിട്ട് മാർഗഴി അങ്ങോട്ടേക്ക് പോവാണ്. ഇത് ഈ രാധയ്ക്കും വരുണിനും ഒന്നും അറിയത്തില്ല താനും. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം രേഖ രാവിലെ എഴുന്നേറ്റ് രഞ്ജുവിനെ മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞുണർന്ന് കിടക്കുന്നുണ്ട് മാധവൻ. പക്ഷേ എങ്കിൽ രഞ്ജു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞിട്ട് രഞ്ജുവിനെ എഴുന്നേൽപ്പിക്കുകയാണ്. വിളിച്ചെഴുന്നേൽപ്പിച്ച് കഴിയുമ്പോഴത്തേനും രഞ്ജു ചോദിച്ചു, കുറേ സമയമായി ചേച്ചിന്ന് ചോദിക്കുക. എന്ത് പറ്റി നിനക്ക്? നീ നേരത്തെ എഴുന്നേൽക്കുന്നതാണല്ലോ, നിനക്ക് എന്താ മോളേന്ന് ചോദിക്കുകയാണ്. എന്തോ എനിക്കൊന്നിനും ഒരു താല്പര്യം തോന്നില്ലെന്ന് പറയാ. അങ്ങനെ പറയരുത്, നീ ധൈര്യമായിട്ടിരിക്കുക, ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല, പിന്നെ നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? എഴുന്നേറ്റ് വന്നേ. ഇത് കണ്ടോ മാധവ് എത്ര സമയമായിട്ട് എഴുന്നേറ്റ് കിടക്കുന്നേ, അവനാണെങ്കിൽ നിന്നെ ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതിയിട്ടാന്ന് തോന്നേ ഇങ്ങനെ കളിച്ചിരിച്ച് കിടന്നേന്ന് തോന്നിയെന്നൊക്കെ പറയണം. അത് കേട്ടതും രഞ്ജു പതുക്കെ, രഞ്ജു അല്ല പ്രിയ പതുക്കെ കുഞ്ഞിനെ മേടിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്കറിയില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയാൽ മതിയെന്നുള്ളൂ. വിനോദിനെ വിളിച്ചിട്ടൊട്ട് കിട്ടുന്നുമില്ല. ഞാൻ പോയാലോന്ന് ഓർക്കുക, എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല രഹിച്ചെന്ന് പറയാം. സാരമില്ല മോളെ, നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവുന്നേ. നമ്മള് കോന്നേണ്ട ഭാഗത്ത് നിന്ന് ചിന്തിക്കണം. എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നേ, നീ സമാധാനമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് പ്രിയാനെ രേഖ. ആ സമയത്ത് ഗോവിന്ദും ഗീതും വിജയലക്ഷ്മി കൊണ്ട് ഇരിക്കണം. അപ്പം വിജയലക്ഷ്മി ഗോവിന്ദന്റെ തല പതുക്കെ മസാജ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. ആ സമയം ഗീത് പറഞ്ഞു, എനിക്ക് മനസ്സിലായി, ഇതൊക്കെ രാധികാമ്മയെ കാണിക്കാൻ വേണ്ടിട്ടല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ വിജയലക്ഷ്മി പറഞ്ഞു, ആനോടാ ഗോവിന്ദേ, അതിന് വേണ്ടിയിട്ടാണോ നീ എന്നോട് മസാജ് ചെയ്യാൻ പറഞ്ഞെന്ന് ചോദിക്കും. അത് മാത്രമല്ല, എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് കിട്ടാതെ പോയ സ്നേഹമല്ലേ, ആ സ്നേഹമൊക്കെ ഞാനിപ്പോൾ അനുഭവിക്കുക എന്ന് പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോവിന്ദ് പറഞ്ഞു, അതെ നമുക്കധികം വൈകാതെ തന്നെ ഒരു മൂകാംബിക ദർശനം നടത്തണം. അവിടെ പോയി അമ്മയുടെ എൻ്റെ ഒരു കച്ചേരി തന്നെ നടത്തണം എന്ന് പറയാം. ഇത് കേട്ടം വിജയലക്ഷ്മിക്ക് സന്തോഷമായി. എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാന്ന് പറയണം. അപ്പോഴേക്കാണ് രാധികാൻ വരണു അങ്ങോട്ടേക്ക് വരുന്നത്. രാധികാമ്മ വന്നിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനും ഉണ്ട് മൂകാംബിക്ക്, കുറെ കാലമായി മൂകാംബിക ദേവി എന്ന് തൊഴണമെന്ന് ആലോചിക്കണം എന്ന് പറയണം. പെട്ടെന്ന് ഗോവിന്ദ് ഫോൺ എടുത്തിട്ട് അതിനകത്ത് റൂമൊക്കെ ബുക്ക് ചെയ്യണം. പിന്നീട് രാധികമ്മയോട് പറഞ്ഞു, അതെ ഞാൻ ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, നാളെ തന്നെ പോയിക്കോളാൻ പറയണം. എങ്ങോട്ട്? മൂകാംബിക്ക്. നിങ്ങൾ 3 പേര് രേഖയപ്പത്തേനും അങ്ങോട്ടേക്കുന്നു. രേഖയും വരുണും രാധികാമ്മയും കൂടെ അങ്ങോട്ട് പോയിക്കോളാൻ പറയാം. നിങ്ങൾക്കുള്ള ഹോട്ടൽ റൂമൊക്കെ ബുക്ക് ചെയ്യുമെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാധികാമ്മ, ഞങ്ങൾ തന്നെയോ? അപ്പം നിങ്ങൾ വരുന്നില്ലെന്ന് നിൽക്കും. നിങ്ങൾ പോയിട്ട് വരെ, രാധികാമ്മയ്ക്കല്ലേ പോവാനായിട്ട് തിടുക്കം. മൂകാംബിക ദേവിയും കണ്ണെന്ന് പറഞ്ഞേ, ഇനിയിപ്പോൾ ആഗ്രഹങ്ങളൊന്നും ബാക്കി വെക്കണ്ടെന്ന് പറയണം. ഇത് കേട്ടത് രേഖയ്ക്ക് സമാധാനമായി. രേഖ വരുണോട് പറഞ്ഞു, നമുക്ക് പോയാലോ വരുണേട്ടാന്ന് പറയണം. ഇത് കേട്ടപ്പം രാധികാമ്മയ്ക്ക് സഹിച്ചില്ല. രാധികാമ്മ പറഞ്ഞു, അതെ ഞാൻ എങ്ങോട്ടും ഇല്ലാന്ന് പറയണം. ഗോവിന്ദില്ല, ഞാൻ ഒരിടത്തേക്കും പോകുന്നില്ല, അവൻ്റെ കൂടെ പോകാനും ഞാൻ ആഗ്രഹിച്ചെന്ന് പറയണം. ഗോവിന്ദ് അത് മൈൻഡ് ചെയ്ത് അങ്ങോട്ട് കയറിപ്പോവാ. രാധികാമ്മയും കയറിപ്പോയി. വരും പറഞ്ഞു, പിന്നെ അവൾക്ക് മൂകാംബിക പോകാനായിട്ട് നീ ഒരു കാര്യം ചെയ്യേ, ഈ കാഞ്ചനയും കൂട്ടിക്കൊണ്ട് വേണം പൊക്കോ, എന്നെ പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. രേഖയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഈ സമയത്ത് വിജയലക്ഷ്മി പറഞ്ഞു, ഈ ഗോവിന്ദ് എന്താ ഇപ്പം ഇങ്ങനെ കാണിച്ചേ, വെറുതെ അനാവശ്യമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുമല്ലേ ചെയ്തേ. മോളെ രേഖ, നീ വിഷമിക്കിട്ടുണ്ടോന്ന് പറയണം. അതെ അമ്മ വിഷമിക്കൊന്നും വേണ്ട, എനിക്കിതിവിടെ പുത്തിരിയായിട്ടുള്ള കാര്യമല്ല, ഞാനിത് എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് പറയാണ്. രേഖയുടെ സങ്കടം കണ്ടപ്പോൾ ഗീതുവിന് സഹിച്ചില്ല. ഗീത പിന്നീട് ഗോവിന്ദന്റെ അരിയിലേക്ക് ചെല്ലുവാണ്. ചെന്നിട്ട് എന്ത് പരിപാടിയാണ് ഗോവിന്ദേട്ടാ കാണിക്കുന്നത്? ഇപ്പൊ ഗോവിന്ദൻ ഈ വീട്ടിലുള്ളവരുടെ വിഷമമൊന്നും വിഷമമല്ലാന്ന് തോന്നുന്നല്ലോ
എല്ലാരും വേദനിപ്പിക്കുന്നതിന് സുഖം കണ്ടെത്ത് എത്തുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ ഗോവിന്ദ് പറഞ്ഞു, നീ എന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, ഇന്നലെ പ്രിയനെ വേദനിപ്പിച്ചു, ഇന്നിപ്പോ രേഖേച്ചിനെ. എന്താ കണ്ണേട്ട ഇങ്ങനെ? ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കാം. ഓഹോ, നീ അവരുടെയൊക്കെ വേദനയെ കാണുന്നുള്ളല്ലേ, എന്നെ വിഷമിപ്പിക്കുന്ന നീ ഒന്നും കാണുന്നില്ലോ. അല്ല, നീയൊക്കെ എന്നെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്ന് ചോദിക്കുക. ഞാനോ? അതെ, നിനക്കൊക്കെ പല സത്യങ്ങളും അറിയാം. പക്ഷെ നീയൊക്കെ എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ടോ? ആ സത്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് നീയൊക്കെ എന്നെ പറ്റിച്ചോണ്ടിരിക്കുവല്ലേ. അപ്പൊ ഞാൻ എത്രമാത്രം വേദനിക്കുന്നുണ്ട്, അതെന്താ മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഞെട്ടലോട് കൂടിയിട്ട് ഗീതു ഗോവിന്ദനെ നോക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.